ഹായ് മക്കളെ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് എജ്യൂമസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ് 6 സോഷ്യൽ സയൻസിലെ 12th ചാപ്റ്ററാണ്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ, ജപ്പാൻ ഹിസ്റ്ററി ആൻഡ് ദ പ്രസന്റ്. ജപ്പാന്റെ ചരിത്രവും വർത്തമാനവും. ദ പ്രസന്റ്. ഓക്കെ, ഒരു കുട്ടീനെ നമുക്ക് കാണിച്ചിട്ടുണ്ട്. ഓൺ ഓഗസ്റ്റ് 1945 സഡാക്കോ സസാക്കി വാസ് 2 years old. സഡാക്കോ സസാക്കിക്ക് 2 വയസ്സ് പ്രായമുള്ള സമയമാണ്. സസാക്കി ലിവ്ഡ് 2 kilometers away from ഹിരോഷിമ. ഹിരോഷിമയിൽ നിന്ന് 2 കിലോമീറ്റർ അകലത്തിലാണ് താമസിച്ചിരുന്നത്. ഷീ വാച്ച്ഡ് വിത്ത് ക്യൂരിയോസിറ്റി ആസ് എയർപ്ലെയിൻസ് ഫ്ലൂ അക്രോസ് ദ സ്കൈ. അപ്പോൾ ആ സമയത്ത് യുദ്ധം നടക്കുന്ന സമയമാണ്. 38 തൊട്ടിട്ടാണ് സെക്കൻഡ് വേൾഡ് വാർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ സമയത്ത് പല സ്ഥലത്തും ഇതുപോലെ എയർപ്ലെയിനുകൾ, ബോംബർ വിമാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഞ്ചരിക്കുന്ന സമയമാണ്. ബട്ട് ദാറ്റ് ക്യൂരിയോസിറ്റി ഡിസപ്പിയർഡ് വിത്തിൻ മൊമെന്റ്സ്. കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആ ഒരു ആകാംക്ഷ അവളിൽ നിന്നും നഷ്ടപ്പെട്ടു. ദ ഫ്ലെയിംസ് ഓഫ് ദ ബോംബ് ഡ്രോപ്പ് ബൈ ദ പ്ലെയിൻ ടുക്ക് ദ ലൈഫ്സ് ഓഫ് മില്യൺസ് ഓഫ് പീപ്പിൾ. ആ സമയത്താണ് ഓഗസ്റ്റ് 6 ബോംബ് ഇട്ടത് ഹിരോഷിമയിൽ. ആ ബോംബ് മില്യൺസ്, ലക്ഷക്കണക്കിന് മനുഷ്യരെയാണ് കൊന്നൊടുക്കിയത്. ദ ഫ്ലെയിംസ് സ്പെയർഡ് സസാക്കി ഹു വാസ് എ ലിറ്റിൽ ഫർദർ എവേ. കുറച്ച് ദൂരെ ആയിരുന്നത് കൊണ്ട്, 2 കിലോമീറ്റർ അകലത്തിലായിരുന്നത് കൊണ്ട് സസാക്കി രക്ഷപ്പെട്ടു ആ തീനാളങ്ങളിൽ നിന്ന്. ടൈം പാസ്റ്റ്. The atomic radiation from the atom bomb continued to kill those around it. അത് ആറ്റം ബോംബ് ആയിരുന്നു വർഷിച്ചിരുന്നത്. ആറ്റം ബോംബിൽ നിന്നും വമിച്ചിരുന്ന ആറ്റോമിക് റേഡിയേഷൻസ് ചുറ്റുപാടുള്ള ആളുകളെ കൊന്നുകൊണ്ടിരുന്നു. ടൈം ഡിഡ് നോട്ട് ഷോ മേഴ്സി ഈവൻ ടു സഡാക്കോ സസാക്കി. സഡാക്കോക്ക് പോലും ഒരു കരുണ കാണിച്ചില്ല. സമയം ഒരു കരുണ കാണിച്ചില്ല. ദ റേഡിയേഷൻ അറ്റാക്ക് സസാക്കി ഇൻ ദ ഫോം ഓഫ് ലുക്കീമിയ. ആ ഭാഗത്തുള്ള എല്ലാവർക്കും 2 കിലോമീറ്റർ 4 കിലോമീറ്റർ ചുറ്റളവിലുള്ള ആളുകൾക്ക് പോലും സ്കിൻ ഡിസീസസുകളും ലുക്കീമിയ, ബ്ലഡ് ക്യാൻസർ, അതുപോലെയുള്ള ക്യാൻസറുകളും രോഗങ്ങളും ഒക്കെ ആണ് സമ്മാനിച്ചത്. ഈവൻ ഓൺ ഹർ ഹോസ്പിറ്റൽ ബെഡ് ലുക്കീമിയാണ് സസാക്കിക്ക് ഉണ്ടായിരുന്നത്. സസാക്കി ഡിഡ് നോട്ട് ലൂസ് ഹോപ്പ്. ഹർ ഫ്രണ്ട് ചിസുക്കോ ഹമാമോട്ടോ യൂസ് ടു വിസിറ്റ് ഹർ ഇൻ ദ ഹോസ്പിറ്റൽ. One day Hamamoto taught Sasaki to make paper cranes. The Japanese had a belief that if they made 1,000 cranes, their wish would come true. This excited Sasaki. She believed she would make 1,000 cranes and recover from her illness. അപ്പോൾ സസാക്കിയുടെ ഫ്രണ്ടാണ് ഹമാമോട്ടോ. അവളെ പേപ്പർ കൊണ്ട് കൊച്ചുകളെ ഉണ്ടാക്കാൻ പഠിപ്പിച്ചു. അങ്ങനെ അവർക്കൊരു വിശ്വാസമുണ്ട്, ജപ്പാൻകാർക്കൊരു വിശ്വാസമുണ്ട്, 1000 കുറ്റികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവരുടെ ആഗ്രഹം സഫലമാകുമെന്ന്. അപ്പോൾ നമ്മുടെ പാവം കുഞ്ഞു സസാക്കി 1000 കുറ്റികൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. എന്തിനു വേണ്ടിയാണ്? അവളുടെ ആ അസുഖത്തിൽ നിന്നും മോചനം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഗെറ്റിംഗ് പേപ്പർ വാസ് നോട്ട് ഈസി ദെൻ. ആ സമയത്ത് യുദ്ധം നടക്കുന്ന ഒരു സമയമാണ്, യുദ്ധത്തിന്റെ ഒരു അവസാന കാലഘട്ടമാണ്, ആറ്റം ബോംബ് വർഷിച്ച് കഴിഞ്ഞിട്ടുള്ള സമയമാണ്. അപ്പോൾ പേപ്പർ കിട്ടുക എന്നുള്ളത് ഭയങ്കര ശ്രമകരമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. They went around neighboring rooms for paper used to wrap medicines. അപ്പോൾ മരുന്നുകൾ പൊതിയാൻ ഉപയോഗിക്കുന്ന പേപ്പറുകളാണ് അവൾ അതിന് വേണ്ടിയിട്ട് നെയ്ബറിംഗ് റൂംസിൽ, അടുത്തുള്ള റൂമുകളിലൊക്കെ പോയി തിരക്കും. ഫ്രണ്ട്സ് ഫ്രം സ്കൂൾ ബോട്ട് പേപ്പർ ടു ഹർ. സ്കൂളിൽ നിന്നുള്ള കുട്ടികൾ അവൾക്ക് പേപ്പർ കൊണ്ടുപോയി കൊടുക്കും. ബട്ട് ഫെയ്റ്റ് ഹാഡ് അതർ പ്ലാൻസ്. പക്ഷെ വിധി മറ്റൊന്നായിരുന്നു. ഹർ ഇൽനെസ് ഡിഡ് നോട്ട് അലൗ സസാക്കി ടു ഫുൾഫിൽ ഹർ ഹോപ്പ് ഫോർ മേക്കിംഗ് 1000 ക്രെയിൻസ്. അവളുടെ അസുഖം അവളെ 1000 ക്രെയിനുകളെ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ 1000 കൊറ്റികളെ, പേപ്പർ കൊറ്റികളെ ഉണ്ടാക്കാനായിട്ട് അവളെ അനുവദിച്ചില്ല. ഓൺ October 25, 1955 സസാക്കി ലെഫ്റ്റ് ദിസ് വേൾഡ്. ഒക്ടോബർ 25, 1955 സസാക്കി ഈ ലോകത്തു നിന്നും വിട പറഞ്ഞു. ഹാവിംഗ് കംപ്ലീറ്റഡ് ഓൺലി 644 ക്രെയിൻസ്. 644 കൊറ്റികളെ ഉണ്ടാക്കാൻ സാധിച്ചുള്ളൂ. ഹെർ ഡിയർ ഫ്രണ്ട് ചിസുക്കോ ഹമാമോട്ടോ വിത്ത് ടിയർ ഫിൽഡ് ഐസ് കംപ്ലീറ്റഡ് ദ 1000 ക്രെയിൻസ് ഫോർ ഹർ. അപ്പോൾ ഫ്രണ്ട് ഹമാമോട്ടോ എന്ത് ചെയ്തു? 1000 കൊറ്റികളെ അവൾക്ക് വേണ്ടി ഉണ്ടാക്കി പൂർത്തിയാക്കി. സസാക്കി വാസ് ബെറിഡ് വിത്ത് ദോസ് ബിലൗഡ് ക്രെയിൻസ്. ആ ഒരു ക്രെയിൻസിനോടൊപ്പം തന്നെയാണ് ആ കുട്ടിയുടെ ബോഡി സംസ്കരിച്ചത്. കർട്ടസി സഡാക്കോ ആൻഡ് 1000 പേപ്പർ ക്രെയിൻസ്. Today the paper cranes that stands as a symbol of hope carry Sadako Sasaki's pain, her hope, along with a smile for peace. അപ്പോൾ ഈ ഒരു ക്രെയിനുകൾ നമ്മൾ ഉണ്ടാക്കുന്നത് പ്രത്യാശയുടെ ഒരു പ്രതീകമായിട്ടാണ്. അപ്പോൾ ഈ ഒരു ക്രെയിനുകളുടെ ഈ ഒരു സിമ്പലില്, ഈ ഒരു അടയാളം നമുക്ക് സസാക്കിയുടെ വേദനയും കൂടി കാണിച്ചു തരുന്നുണ്ട്. അവളുടെ ആ ചരിക്കുന്ന മുഖം, വേദനയ്ക്കിടയിലും ചിരിക്കുന്ന ആ മുഖവും കാണിച്ചു തരുന്നുണ്ട്. ദ ഡ്രോപ്പിംഗ് ഓഫ് ആറ്റം ബോംബ് ബൈ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഓൺ ഹിരോഷിമ ഓൺ August 6,
1945 and Nagasaki on August 9 was an event that shocked the world. അപ്പോൾ എന്നാണ് അമേരിക്ക ജപ്പാനിൽ ഇട്ടത്? ഫസ്റ്റ് ബോംബ് ഇട്ടത് August 6, 1945 രണ്ടാമത്തെ ബോംബ് നാഗസാക്കിയിൽ ഇട്ടത് August 1945 August 9 ഹിരോഷിമയിൽ വർഷിച്ച ബോംബിന്റെ പേര് ലിറ്റിൽ ബോയ് എന്നും നാഗസാക്കിയിൽ വർഷിച്ച ബോംബിന്റെ പേര് ഫാറ്റ് മാൻ എന്നും ആയിരുന്നു. അത് ലോകത്തിന് തന്നെ ഒരു ഞെട്ടലായിരുന്നു. ദ കോൺസിക്വൻസ് ഓഫ് ദിസ് വാസ് സ്റ്റിൽ ബീങ് സഫേർഡ് ബൈ ദ ജാപ്പനീസ്. ഇപ്പോഴും അതിന്റെ പ്രത്യാഘാതങ്ങൾ ജപ്പാൻകാർ സഹിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ജപ്പാൻ, which was completely devastated by the bombing, rapidly recovered and stand tall today as one of the developed countries in the world. അന്ന് നശിച്ചുപോയി നാമാവശേഷമായിട്ടുള്ള ആ ഒരു കൺട്രി ഇന്ന് ലോകത്തിലെ 1ാം നമ്പർ രാജ്യമായിട്ട് ഡെവലപ്ഡ് കൺട്രീസിൽ ഒന്നായിട്ട് നിൽക്കുന്നുണ്ട്. അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള അവരുടെ പരിശ്രമത്തിൻ്റെയും ഒക്കെ ഭാഗമായിട്ടാണ്. Aren't you interested in knowing the history of Japan? Let's explore. അപ്പോൾ ജപ്പാന്റെ ഹിസ്റ്ററി നമുക്കൊന്ന് മനസ്സിലാക്കിയാലോ. ജപ്പാൻ ഈസ് ആൻ ആർച്ചിപ്പലോഗോ ഇൻ ദ പസഫിക് ഓഷ്യൻ ഇൻ ഏഷ്യ, ഈസ്റ്റ് ഏഷ്യയിൽ കിടക്കുന്ന, പസഫിക് ഓഷ്യനിൽ കിടക്കുന്ന ഒരു ഐലൻഡിന്റെ സമൂഹമാണ് ജപ്പാൻ. ഒരു ആർച്ച് ഷേപ്പിൽ കിടക്കുന്ന ഒരു ഐലൻഡ് സമൂഹം, ദ്വീപ് സമൂഹമാണ്. there are thousands of islands in Japan. ജപ്പാനിൽ 1000ഓളം ഐലൻഡ്സ് ഉണ്ട്. ഐഡന്റിഫൈ ആൻഡ് റൈറ്റ് ഔട്ട് ദ മെയിൻ ഐലൻഡ്. ഇപ്പോൾ ഇതിന്റെ മെയിൻ ഐലൻഡ് ഏതെല്ലാമാണെന്ന് ഒന്ന് നോക്കി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഹൊക്കൈഡോ, ഹോൻഷു, ഷിക്കോക്കു, കൈഷു, ഇതെല്ലാമാണ് 4 ഐലൻഡുകൾ. ഇനി നമുക്ക് മെജോറിറ്റി ഓഫ് ജാപ്പനീസ് പോപ്പുലേഷൻ ലിവ്സ് ഓൺ ദീസ് 4 മെയിൻ ഐലൻഡ്സ്. വാസ്റ്റ് കോസ്റ്റ് ലൈൻ, high hill ranges and mountains are the features of Japan's geography. Japan is a country constantly facing earthquakes and volcanic eruptions. The rivers are generally steep and fast flowing. The longest river in Japan is Shinano. അപ്പോൾ ഇതെല്ലാമാണ് ജപ്പാന്റെ പ്രത്യേകതകൾ. ഒരു നീണ്ട കോസ്റ്റൽ ലൈൻ ഉണ്ട്, തീരപ്രദേശമുണ്ട്, വലിയ മലനിരകളുണ്ട് ജപ്പാനിൽ. അതുപോലെ എപ്പോഴും ഭൂചലനവും വോൾക്കാനിക് ഇറപ്ഷൻ, അഗ്നിപർവ്വത സ്ഫോടനങ്ങളും ഉണ്ടാവുന്ന ഒരു പ്രദേശം കൂടിയാണ് ജപ്പാൻ. ഏറ്റവും വലിയ നദിയാണ് ജപ്പാനിലുള്ള ഏറ്റവും വലിയ നദിയുടെ പേരാണ് ഷിനാനോ റിവർ. വാട്ട് ആർ ദ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എഴുതേണ്ടത്. ഷിനാനോ റിവറിന്റെ പിക്ചർ തന്നിട്ടുണ്ട്, വോൾക്കാനോയുടെ പിക്ചർ തന്നിട്ടുണ്ട്. ഇനി ഒബ്സർവ് ദ വേൾഡ് മാപ്പ് ആൻഡ് ഐഡന്റിഫൈ ദ നൈബറിംഗ് കൺട്രീസ് ഓഫ് ജപ്പാൻ. ജപ്പാന്റെ നൈബറിംഗ് കൺട്രീസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. റഷ്യ, ചൈന, നോർത്ത് കൊറിയ, സൗത്ത് കൊറിയ, തായ്വാൻ. ഇനി അടുത്തത് ഹിസ്റ്ററി ഓഫ് ജപ്പാൻ ആണ്. China and Korea, the neighboring countries of Japan, had its influence in the culture of Japan from ancient times. ചൈനയുടെയും കൊറിയയുടെയും സ്വാധീനം ജപ്പാനിൽ നന്നായിട്ടുണ്ടായിരുന്നു. ജപ്പാന്റെ കൾച്ചറിൽ ചൈനയുടെയും കൊറിയയുടെയും കൾച്ചർ മിക്സഡ് ആയിട്ട് കിടക്കുകയാണ് പുരാതന കാലം തൊട്ടേ. ദ ചൈനീസ് റൈറ്റിംഗ് സിസ്റ്റം, ഫിലോസഫി, ലിറ്ററേച്ചർ റീച്ച്ഡ് ജപ്പാൻ ത്രൂ കൊറിയ. അപ്പോൾ ചൈനീസ് റൈറ്റിംഗ് സിസ്റ്റം, അക്ഷരങ്ങൾ എഴുതുന്ന വിധങ്ങൾ, അതുപോലെ ഫിലോസഫി, ചൈനയിൽ ഉണ്ടായിരുന്ന ഫിലോസഫി, അതുപോലെ സാഹിത്യം, അതെല്ലാം ജപ്പാനിൽ എത്തിച്ചേർന്നത് കൊറിയയിലൂടെയാണ്. ഇൻ ദിസ് മാനർ ബുദ്ധിസം ഓൾസോ സ്പ്രെഡ് ഇൻ ജപ്പാൻ. ബുദ്ധിസവും ജപ്പാനിൽ സ്പ്രെഡ് ചെയ്തത് ഇങ്ങനെയാണ്. ഇനി വാട്ട് എക്സ്പ്ലെയിൻ ദ ഇൻഫ്ലുവൻസ് ഓഫ് ചൈന ആൻഡ് കൊറിയ ഇൻ ജപ്പാൻ കൾച്ചർ. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ലിറ്ററേച്ചർ, കൊജിക്കി റിട്ടൺ ഇൻ 8th century CE ഈസ് എ വർക്ക് ദാറ്റ് ഡിസ്ക്രൈബ്സ് ദ ട്രഡീഷണൽ ഹിസ്റ്ററി ഓഫ് ജപ്പാൻ. ജപ്പാന്റെ ട്രഡീഷണൽ ഹിസ്റ്ററിയാണ് ഈ കൊജിക്കി എന്ന് പറഞ്ഞ 8ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഒരു ട്രഡീഷണൽ ഹിസ്റ്ററിയാണ്, ഒരു വർക്കാണ്. ഇറ്റ് ഈസ് റിട്ടൺ ഇൻ എ സ്റ്റൈൽ ദാറ്റ് കമ്പൈൻസ് ഹിസ്റ്ററി ആൻഡ് ലെജൻഡ്. അപ്പോൾ ചരിത്രവും അതുപോലെ പാരമ്പര്യവും ഒക്കെ കലർത്തി എഴുതിയിരിക്കുന്ന ഒരു സ്റ്റൈലാണ് ആ കൊജിക്കിയുടെ. ബൈ ദ 10th century CE ജപ്പാൻ ബിഗാൻ എഫേർട്സ് ടു ഫ്രീ ഇറ്റ്സെൽഫ് ഫ്രം ചൈനീസ് കൾച്ചറൽ ഇൻഫ്ലുവൻസ്. അപ്പോൾ ചൈനയുടെ നാഗരികതയുടെ ആ ഒരു സ്വാധീനത്തിൽ നിന്നും മോചിക്കുന്നതിന് വേണ്ടിയിട്ട്, മോചനത്തിന് വേണ്ടിയിട്ട് അവർ ജപ്പാൻ 10ാം നൂറ്റാണ്ട് മുതൽ ആരംഭിച്ചു, അതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ദിസ് ഹെൽപ്പ് ജപ്പാൻ ടു ഡെവലപ്പ് ഇറ്റ്സ് ഓൺ യുണീക്ക് കൾച്ചർ. അങ്ങനെയാണ് ജപ്പാൻ അവരുടേതായിട്ടുള്ള ഒരു ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കൾച്ചർ, ഒരു പാരമ്പര്യവും സംസ്കാരവും രൂപീകരിച്ചത്. ദേ ഡെവലപ്ഡ് എ ന്യൂ സ്ക്രിപ്റ്റ് ഫോർ ദ ജാപ്പനീസ് ലാംഗ്വേജ് ബൈ സിംപ്ലിഫൈങ് ചൈനീസ് റൈറ്റിംഗ് സ്റ്റൈൽ. ചൈനീസ് റൈറ്റിങ്ങിൻ്റെ അക്ഷരങ്ങളിൽ നിന്നും കുറച്ചുകൂടി സിമ്പിളായിട്ടുള്ള, കുറച്ചുകൂടി ലഘൂകരിച്ചിട്ടുള്ള അക്ഷരങ്ങളാണ് ജാപ്പനീസുകാർ അതിൽ നിന്ന് എടുത്തത്. ന്യൂമറസ് ലിറ്റററി വർക്ക്സ് ഇൻക്ലൂഡിംഗ് സ്റ്റോറീസ്, പോംസ് were written in the
ജാപ്പനീസ് ലാംഗ്വേജ്. ഈ ജാപ്പനീസ് ഭാഷയിൽ ഒത്തിരി കവിതകളും കഥകളും ഒക്കെ എഴുതിയിട്ടുണ്ട്. സാഹിത്യപരമായിട്ടുള്ള ഒത്തിരി വർക്കുകൾ ജാപ്പനീസ് ലാംഗ്വേജിൽ എഴുതിയിട്ടുണ്ട്. ദ ടെയിൽ ഓഫ് ജിങ്കി റിട്ടൺ ബൈ കോട്ട് ലേഡി മുറസാക്കി ഷിക്കിബു ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് എമംഗ് ദം. അപ്പോൾ ദ ടെയിൽ ഓഫ് ജിങ്കി ആണ് ഏറ്റവും പ്രശസ്തമായിട്ടുള്ളത്. മുറസാക്കി ഷിക്കിബു ആണ് ഇത് എഴുതിയിട്ടുള്ളത്. ഇവിടെ നമുക്ക് റൈറ്റ് സൈഡിൽ ജാപ്പനീസ് റൈറ്റിംഗ് എങ്ങനെയാണെന്ന് സ്ക്രിപ്റ്റ് കാണിച്ചിട്ടുണ്ട്. ഇനി ഷിൻറ്റോയിസം ഇസ് എ ട്രഡീഷണൽ റിലീജിയൻ ബിലീഫ് ഇൻ ജപ്പാൻ. ജപ്പാനിൽ ഉണ്ടായിരുന്ന പാരമ്പര്യമായിട്ടുള്ള പണ്ട് മുതലേ ഉണ്ടായിരുന്ന ഒരു മതമാണ് ഷിൻറ്റോയിസം. ദ വേർഡ് ഷിൻഡോ മീൻസ് എ വേ ഓഫ് ഗോഡ്. ഷിൻഡോന്റെ മീനിങ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ വഴി എന്നാണ്. ഡെയ്റ്റീസ് വെർ ജനറലി കോൾഡ് കാമി ഡെയ്റ്റീസ്, അതായത് ദൈവങ്ങളെ പറഞ്ഞിരുന്ന പേര് കാമി എന്നായിരുന്നു. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എമംഗ് ദം വാസ് ദ സൺ ഗോഡസ് അമത്തരേസു എന്നുള്ള സൂര്യ ദേവതയാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, പ്രധാനപ്പെട്ടത്. എംബറേഴ്സ് വർ കൺസിഡർഡ് ടു ബി ദ ഡിസെൻഡന്റ് ഓഫ് സൺ ഗോഡസ്. അപ്പോൾ സൂര്യദേവത്തിൽ നിന്നും വന്ന തലമുറക്കാരാണ് ഈ രാജാക്കന്മാർ, ചക്രവർത്തികൾ എന്നാണ് വിശ്വസിച്ചിരുന്നത്. ദീസ് എംബറേഴ്സ് വർ ദ ഹെഡ് ഓഫ് ഷിൻഡോയിസത്തിന്റെ തലവന്മാർ ഈ ചക്രവർത്തിമാരായിരുന്നു. ഫ്രം ഏൻഷ്യൻ ഡേയ്സ് റൈസ് വാസ് ദ സ്റ്റേപ്പിൾ ഫുഡ് ഓഫ് ജപ്പാൻ. ഇനി ഫുഡിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അരിയായിരുന്നു അവിടുത്തെ ഏറ്റവും എല്ലാവരും കഴിക്കുന്ന സ്റ്റേപ്പിൾ ഫുഡ് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരുടെ ഭക്ഷണം. ദിസ് കുക്ക്ഡ് ഫുഡ് ഇസ് കോൾഡ് ഗോഹാൻ എന്നാണ് ഈ കുക്ക്ഡ് ഫുഡിന്റെ പേര്. മില്ലറ്റ്സ് വെർ ഓൾസോ എ പാർട്ട് ഓഫ് ദെയർ ഡയറ്റ്. എള്ള്, റാഗി, ചോളം ഒക്കെ പോലെയുള്ള മില്ലറ്റ്സ് എന്ന് പറഞ്ഞാൽ ചെറുധാന്യങ്ങളാണ്. അതെല്ലാം അവരുടെ ഭക്ഷണത്തിന്റെ ഭാഗമായിരുന്നു മില്ലറ്റ്സുകളും. ആസ് എ സോഴ്സ് ഓഫ് ന്യൂട്രീഷൻ ഫിഷ് വാസ് എ പാർട്ട് ഓഫ് ദെയർ ഡയറ്റ്. മത്സ്യവും അവരുടെ ഭക്ഷണത്തിന്റെ ഒരു ഭാഗമായിരുന്നു. സുഷി, എ ജാപ്പനീസ് ഡിഷ് മെയ്ഡ് ഓഫ് റോ ഫിഷസ് നൗ പോപ്പുലർ ഓൾ ഓവർ ദ വേൾഡ്. ഇപ്പൊ ജാപ്പനീസ് ഡിഷാണ് സുഷി. ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ, ലോകം മുഴുവനും സുഷി ഉണ്ട്. ആസ് എ റിസൾട്ട് ഓഫ് ജാപ്പനീസ് ഇൻഫ്ലുവൻസ് ന്യൂഡിൽസ് ഓൾസോ ബിക്കേം എ പാർട്ട് ഓഫ് ദെയർ ഡയറ്റ്. ജപ്പാൻകാരുടെ സ്വാധീനം കൊണ്ട് ന്യൂഡിൽസും അവരുടെ ഡയറ്റിന്റെ ഭാഗമായി. ഇനി ക്ലോത്തിങ്. കിമോനോ ഈസ് എ ട്രഡീഷണൽ ഡ്രസ് ഓഫ് ജപ്പാൻ. ജപ്പാൻകാരുടെ ട്രഡീഷണൽ ഡ്രസ് എന്താണ്? കിമോനോ ആണ്. ഇറ്റ് വാസ് മെയിൻലി യൂസ്ഡ് ഇൻ റോയൽ കോർട്ട്. രാജകീയ ദർബാറുകളിൽ ഉപയോഗിച്ചിരുന്ന വസ്ത്രമാണ് കിമോനോ ഈസ് വൺ ബൈ ബോത്ത് വുമൻ ആൻഡ് മെൻ. ഇറ്റ് വാസ് സിമിലർ ടു ദ ലോങ് റോബ്സ് പ്രിവലന്റ് എമംഗ് ദ ചൈനീസുകാർ ഉപയോഗിക്കുന്ന ആ വലിയ ഒരു വസ്ത്രം അതുപോലെ തന്നെ ഉള്ള ഒരു വസ്ത്രമാണ് ഈ കിമിനോ എന്ന് പറയുന്നത്. അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉപയോഗിക്കാം. കംപ്ലീറ്റ് ദ വർക്ക്ഷീറ്റ്. ഇനി അടുത്തത് വർക്ക്ഷീറ്റ് കംപ്ലീറ്റ് ചെയ്യാനാണ്. ലിറ്ററേച്ചർ കൊജീക്കി, ഷിൻഡോയിസം ട്രഡീഷണൽ റിലീജിയസ് ബിലീഫ്, ഫുഡ് ഗോഹാൻ, ക്ലോത്തിങ് കിമോനോ. ഇനി ഷോഗുൻ റൂൾ. ജപ്പാൻ വാസ് റൂൾ ബൈ എംബറേഴ്സ് ഫോർ ഏജസ്. ചക്രവർത്തിമാരായിരുന്നു വർഷങ്ങളോളം ജപ്പാൻ ഭരിച്ചിരുന്നത്. ബൈ 12th century the administration of country passed from emperors to the hands of military leaders known as shoguns. അത് കഴിഞ്ഞ് 12ാം നൂറ്റാണ്ടായപ്പോഴത്തേക്കും ഈ ഒരു രാജകീയ ഭരണത്തിൽ നിന്നും മിലിറ്ററി ലീഡേഴ്സ് പട്ടാള ഭരണത്തിലേക്ക് മാറി. ഷോഗൻസ് എന്നായിരുന്നു ഈ മിലിറ്ററി ലീഡർമാരുടെ പേര്. ദ ഷോഗൻസ് റൂൾ ദ നെയിം ഓഫ് ദ എംപറർ. രാജാവിന് വേണ്ടിയിട്ട് ഈ ഭരണത്തിലുള്ള മിലിറ്ററിയിലത്തെ ഏറ്റവും ഉയർന്ന ഓഫീസർമാരാണ് അവർക്ക് വേണ്ടി ഭരിച്ചിരുന്നത്, രാജാക്കന്മാർക്ക് വേണ്ടി ഭരിച്ചിരുന്നത്. ഡ്യൂറിങ് ദിസ് അഡ്മിനിസ്ട്രേഷൻ ജപ്പാൻ വാസ് ഡിവൈഡ് ഇൻ ടു ഓവർ 250 ഡൊമൈൻസ്. 250 വിവിധ മേഖലകളായിട്ടാണ് ജപ്പാൻ തിരിച്ചിരുന്നത്. ദർ കൺട്രോൾ വാസ് പ്ലേസ്ഡ് അണ്ടർ ദ റൂൾ ഓഫ് ലോർഡ് കോൾഡ് ദായ്മ്യോ എന്ന് പറയുന്ന ഒരു ലോർഡുകൾ, പ്രഭുക്കളുടെ കീഴിലായിരുന്നു കൺട്രോൾ ഉണ്ടായിരുന്നത്. ദ സമുറൈസ് വേർ എ ക്ലാസ് ഓഫ് വാരിയേഴ്സ് ഹു ഹാഡ് ഇൻഫ്ലുവൻസ് ഇൻ അഡ്മിനിസ്ട്രേഷൻ. ഈ ഒരു ഭരണം കൈയാളുന്ന മറ്റൊരു വിഭാഗക്കാരാണ് സമുറായികൾ. ദേ സെർവ് ദ ഷോഗുൻസ് ആൻഡ് ദ ദാമിയോനെയും ഷോഗുൻസിനെയും പരിചരിക്കുക, അവർക്ക് വേണ്ടി ജോലി ചെയ്യുകയാണ് ഈ സമുറായികളുടെ പണി. ദ ഷോഗുൻസ് റൂൾ കെയിം ടു ആൻ എൻഡ് ഇൻ ജപ്പാൻ വിത്ത് ദ മീജി റെസ്റ്റോറേഷൻ ഇൻ 19th century. 19ാം നൂറ്റാണ്ടിലെ മീജി റെസ്റ്റോറേഷന്റെ സമയത്താണ് ഈ ഒരു ഭരണം അവസാനിച്ചത്, ഷോഗുന്റെ റൂൾ അവസാനിച്ചത്. Daimyo was a feudal lord in Japan. They controlled the provinces of Japan from 12th century to 19th century. 12ാം നൂറ്റാണ്ട് മുതൽ 19ാം നൂറ്റാണ്ട് വരെ ജപ്പാൻ ഭരിച്ചിരുന്ന ഒരു ഫ്യൂഡൽ പ്രഭുവാണ് ഡാമിയോ. മിജി റെസ്റ്റോറേഷൻ.
ജപ്പാൻ വാസ് എൻ ഏഷ്യൻ കൺട്രി ദാറ്റ് എസ്കേപ്പ് ഫ്രം ദ ഫോറിൻ ഡോമിനേഷൻ. അപ്പോൾ വിദേശികളുടെ ആക്രമണത്തിൽ നിന്നും അല്ലെങ്കിൽ വിദേശികളുടെ കയ്യേറ്റത്തിൽ നിന്നും രക്ഷപ്പെട്ട ഒരേ ഒരു ഏഷ്യൻ കൺട്രിയാണ് ജപ്പാൻ. മെനി കൺട്രീസ് ട്രൈ ടു എസ്റ്റാബ്ലിഷ് ട്രേഡ് റിലേഷൻഷിപ്പ് വിത്ത് ജപ്പാൻ. ധാരാളം രാജ്യങ്ങൾ ജപ്പാനുമായിട്ട് സാമ്പത്തികവും വ്യവസായവും ഒക്കെ നടത്താനായിട്ട് പ്രത്യേകിച്ചും വാണിജ്യമൊക്കെ നടത്താൻ ശ്രമിച്ചിരുന്നു. കൊമോഡോറെ മാത്യു പെറി, an American, arrived in Japan in 1853 and secured the right to have trade with them. ഒരു അമേരിക്കക്കാരനായിട്ടുള്ള കൊമോറോഡോ മാത്യു പെറി എന്ന് പറഞ്ഞ ആളാണ് 1853 ആദ്യമായിട്ട് ജപ്പാനിൽ വന്ന ഒരു വ്യവസായത്തിനുള്ള അല്ലെങ്കിൽ ഒരു വാണിജ്യത്തിനുള്ള ഒരു കരാറുണ്ടാക്കിയത്. ദ അറൈവൽ ഓഫ് മാത്യു പെറി ചേഞ്ച് ദ പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഓഫ് ജപ്പാൻ. അങ്ങനെയാണ് ജപ്പാന്റെ ആ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ചരിത്ര മാറ്റം സംഭവിക്കുന്നത്. The shoguns were forcibly removed from the power in the movement in 1868 and the emperor returned to power as the supreme authority. ഷോഗൂൺസിനെ എല്ലാം 1868 ആയപ്പോൾ മാറ്റിയിട്ട് എംപറർ രാജാവ് തന്നെ തിരിച്ച് ഭരണത്തിൽ വന്നു. സിറ്റി ഓഫ് എഡോ വാസ് ഡിക്ലെയർഡ് ദ ക്യാപിറ്റൽ. എഡോ എന്ന് പറഞ്ഞ സിറ്റിയാണ് ക്യാപിറ്റലായിട്ട് തലസ്ഥാനമായിട്ട് ഡിക്ലെയർ ചെയ്തത്. ഇറ്റ് വാസ് ലേറ്റർ റീനെയിംഡ് ആസ് ടോക്കിയോ. കാലക്രമേണ ആ സിറ്റിക്ക് എഡോ എന്നുള്ള പേര് മാറ്റി ടോക്കിയോ എന്നുള്ള പേരാക്കി. ദിസ് ഇസ് നോൺ ആസ് ദ മേജി റെസ്റ്റോറേഷൻ. അപ്പോൾ മേജി റെസ്റ്റോറേഷൻ എന്താണെന്ന് ചോദിക്കും. അപ്പോൾ അത് എഴുതാനുള്ളത് ഷോഗോൺസ് വെർ ഫോസിബിളി റിമൂവ്ഡ് ഫ്രം ദ പവർ, അവിടെ തൊട്ട് എഴുതണം, മാർക്ക് ചെയ്തിട്ടുണ്ട്. മേജി റെസ്റ്റോറേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ചേഞ്ചസ് ഇൻ അഡ്മിനിസ്ട്രേഷൻ ആണ് അടുത്തത്. ദ മേജി ഗവൺമെന്റ് ഇനിഷ്യേറ്റഡ് എ ന്യൂ പോളിസി എംഫസൈസിങ് ദ ഐഡിയ ഓഫ് ഫുക്കോക്കു കൊയ്ഹേ, റിച്ച് കൺട്രി സ്ട്രോങ് ആർമി. അപ്പോൾ മേജി ഗവൺമെന്റ് മറ്റൊരു കാര്യം കൂടി പ്രാവർത്തികമാക്കി. എന്താണത്? റിച്ച് കൺട്രി സ്ട്രോങ് ആർമി. നല്ലൊരു ആർമി ഉണ്ടെങ്കിൽ നല്ല സമ്പത്തുള്ള രാജ്യം ഉണ്ടാകും. സ്ട്രോങ് ആർമി, കരുത്തുള്ള ആർമി ഉണ്ടെങ്കിൽ സമ്പത്തുള്ള രാജ്യം ഉണ്ടാകും എന്നുള്ളൊരു പോളിസി അവർ ഇംപ്ലിമെന്റ് ചെയ്തു. ടു സ്ട്രെങ്തൻ ദ കൺട്രി ദ മെജി ഗവൺമെന്റ് ഇംപ്ലിമെന്റഡ് എ ന്യൂ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം. ദ ആർമി ആൻഡ് ദ ഒഫീഷ്യൽസ് വെർ ബോട്ട് അണ്ടർ ദ ഡയറക്ട് കൺട്രോൾ ഓഫ് എംപറർ. രാജാവ് നേരിട്ടാണ് ആർമീനെയും ഒഫീഷ്യൽസിനെയൊക്കെ ഭരിക്കുന്നത്. അതുപോലെ മിലിറ്ററി സർവീസ് വാസ് മെയ്ഡ് കമ്പൽസറി ഫോർ ഓൾ യങ് മെൻ ഓവർ ദി ഏജ് ഓഫ് 20 ഫോർ എ ഫിക്സഡ് പീരീഡ്. 20 വയസ്സ് ആയ കുട്ടികൾക്ക് അല്ലെങ്കിൽ പുരുഷന്മാരെ എല്ലാം നിർബന്ധിത മിലിറ്ററി സേവനത്തിന് വേണ്ടിയിട്ട് അവർ കൊണ്ടുപോകുമായിരുന്നു. അത് ഒരു നിശ്ചിത കാലയളവിൽ വരേക്കും അവർ നിർബന്ധിത മിലിറ്ററി സേവനം. എഡ്യൂക്കേഷൻ സിസ്റ്റം. ഇൻ 1870s ജപ്പാൻ ബിഗാൻ എ ന്യൂ എഡ്യൂക്കേഷൻ സിസ്റ്റം. ഇപ്പോൾ ജപ്പാനിൽ 1870 ആയപ്പോൾ ഒരു പുതിയ എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് ഉണ്ടായിരുന്നത്. എഡ്യൂക്കേഷൻ വാസ് മെയ്ഡ് കമ്പൽസറി ഫോർ ബോത്ത് ബോയ്സ് ആൻഡ് ഗേൾസ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ഈസ് ദ എഡ്യൂക്കേഷൻ സിസ്റ്റം ഓഫ് ജപ്പാൻ എന്നുള്ള ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഈ 4 പോയിന്റ്സ് നമുക്ക് എഴുതാം. എഡ്യൂക്കേഷൻ എല്ലാ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും നിർബന്ധിത വിദ്യാഭ്യാസമായിരുന്നു. ഈ കരിക്കുലം ബേസ്ഡ് ഓൺ വെസ്റ്റേൺ മോഡൽസ് വാസ് ഡെവലപ്ഡ്. അപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഒരു മോഡൽ ആയിട്ടുള്ള ഒരു സിലബസ് ആണ്, കരിക്കുലമാണ് ഇവർ ഉണ്ടാക്കിയിരുന്നത്. എംഫസിസ് വാസ് ഗിവൻ ടു ലോയലിറ്റി ടു ദ കൺട്രി ആൻഡ് ദ സ്റ്റഡി ഓഫ് ജാപ്പനീസ് ഹിസ്റ്ററി. ജപ്പാന്റെ ചരിത്രവും അതുപോലെ രാജ്യത്തോട് നീതി പുലർത്തണം എന്നുള്ളൊരു ആശയമാണ് കുട്ടികളിലൊക്കെ ഇവർ നിറച്ചത്. കുട്ടികൾക്ക് പഠിക്കാനുണ്ടായിരുന്നത് അങ്ങനത്തെ കാര്യങ്ങളാണ്. ടെക്സ്റ്റ് ബുക്സ് ഗേവ് മോർ ഇമ്പോർട്ടൻസ് ടു ചിൽഡ്രൻ റെസ്പെക്ടിങ് ദ പാരൻസ് ആൻഡ് ബീങ് ലോയൽ ടു ദ കൺട്രി. രാജ്യത്തോടും അവരുടെ മാതാപിതാക്കളോടും സത്യസന്ധമായിട്ടും അതുപോലെ നീതിപൂർവവും ബഹുമാനത്തോടെയും പെരുമാറണം എന്നുള്ളതായിരുന്നു ഈ ടെക്സ്റ്റ് ബുക്കിൽ കുട്ടികൾ കൂടുതലും പഠിച്ചിരുന്നത്. ഇനി എക്കണോമിക് ഡെവലപ്മെന്റ് ആണ്. അനദർ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ഓഫ് മേജി റിഫോം വാസ് ദ മോഡേണൈസേഷൻ ഓഫ് ദ എക്കോണമി. എക്കോണമിയുടെ മോഡേണൈസേഷൻ, അതായത് സാമ്പത്തികപരമായിട്ടുള്ള പുരോഗതി എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. ഈ 4 പോയിന്റ് എന്താണെങ്കിലും പഠിച്ചിട്ട് എഴുതുക. ദ ഫസ്റ്റ് റെയിൽവേ ലൈൻ ഇൻ ജപ്പാൻ വാസ് കൺസ്ട്രക്റ്റഡ് ബിറ്റ്വീൻ ടോക്കിയോ ആൻഡ് ദ പോർട്ട് ഓഫ് യോക്കോഹാമ ഇൻ 1870 to 72. അപ്പോൾ 1870-72 കാലഘട്ടത്തിൽ ആദ്യത്തെ റെയിൽവേ കൺസ്ട്രക്ഷൻ നടത്തി. ടോക്കിയോന്ന് യോക്കോഹാമ എന്ന് പറഞ്ഞ ഒരു തുറമുഖം വരെയാണ് നടത്തിയത്. വീവിംഗ് മെഷീൻസ് വർ ഇമ്പോർട്ടഡ് ഫ്രം യൂറോപ്പിൽ നിന്ന് നെയ്ത്ത് മെഷീനുകളൊക്കെ കൊണ്ടുവന്നു. ഫോറിൻ ടെക്നീഷ്യൻസ് വർ അപ്പോയിന്റഡ് ടു ട്രെയിൻ ദ വർക്കേഴ്സ്. ജോലിക്കാർക്ക് ട്രെയിനിങ് കൊടുക്കുന്നതിന് വേണ്ടി, പരിശീലനം കൊടുക്കുന്നതിന് വേണ്ടി വിദേശ ടെക്നീഷ്യൻസിനെ കൊണ്ടുവന്നു. ജപ്പാൻ സ്റ്റുഡൻസ് വെർ സെൻറ്റ് എബ്രോഡ് ഫോർ എഡ്യൂക്കേഷൻ. ജപ്പാനിൽ നിന്നും നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളെ മറ്റുള്ള രാജ്യങ്ങളിൽ വിടുമായിരുന്നു. പഠിക്കുന്നതിന് വേണ്ടി മറ്റുള്ള രാജ്യങ്ങൾ, അമേരിക്കയിലോ യൂറോപ്പിലൊക്കെ വിടുമായിരുന്നു. ആസ് എ പാർട്ട് ഓഫ് മോഡേണൈസേഷൻ ന്യൂമറസ് ഇൻഡസ്ട്രീസ് വെർ സ്റ്റാർട്ടഡ് ഇൻ ജപ്പാൻ.
അപ്പോൾ ജപ്പാനിൻ്റെ പുരോഗതിക്ക് വേണ്ടി, അതുപോലെ നാഗരികമായിട്ടുള്ള പുരോഗതിക്ക് വേണ്ടി പല പല ഇൻഡസ്ട്രികൾ, വ്യവസായശാലകളൊക്കെ നിർമ്മിച്ചു. ഫ്രം സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എംപ്ലോയിങ് ലെസ് ദാൻ 5 people ടു ലാർജ് ഫാക്ടറീസ് വിത്ത് ഹൺഡ്രഡ്സ് ഓഫ് വർക്കേഴ്സ് വെർ സെറ്റപ്പ് ഇൻ ജപ്പാൻ. അപ്പം 5 പേരടങ്ങുന്ന ഒരു ചെറുകിട കുടിൽ വ്യവസായം മുതൽ വലിയ വലിയ 1000 കണക്കിന് 100 കണക്കിന് ജോലിക്കാരുള്ള വലിയ ഫാക്ടറീസ് വരെ ജപ്പാനിലുണ്ടായിരുന്നു. ദസ് ജപ്പാൻ സക്സീഡഡ് ഇൻ ഫോമിങ് എ മോഡേൺ നേഷൻ സ്റ്റേറ്റ്. അങ്ങനെയാണ് ജപ്പാന്റെ ഇന്നത്തെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. കളക്ട് ഇൻഫർമേഷൻ ഇൻക്ലൂഡിംഗ് ജപ്പാൻസ് പ്രോഗ്രസ് ഫ്രം മിജി റെസ്റ്റോറേഷൻ ടു ഇറ്റ്സ് ഗ്രോത്ത് ഇൻറ്റു ആൻ എക്കണോമിക് പവർ. പ്രിപ്പയർ എ വാൾ മാഗസിൻ വിത്ത് ഇറ്റ്സ് ഇൻഫർമേഷൻ. അപ്പോൾ ഈ നമ്മൾ കണ്ട ഇൻഫർമേഷൻസ് എല്ലാം എടുത്ത് നമുക്കൊരു വാൾ മാഗസിൻ ഉണ്ടാക്കാം. എഫേർട്ട് ഓഫ് ജപ്പാൻ ടു ബിൽഡ് എൻ എംപയർ. ഇനി എംപയർ, ഒരു സാമ്രാജ്യം ഉണ്ടാക്കാൻ വേണ്ടി ജപ്പാനിന് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തത്? എ നാഷണലിസം സെൻറ്റർഡ് around the state emerged in Japan with the Meiji Restoration. മേജി റെസ്റ്റോറേഷൻ്റെ ഭാഗമായിട്ട് ഒരു നാഷണലിസം സെൻറ്റർ ജപ്പാനിൽ ഉണ്ടാകാൻ തുടങ്ങി. ജപ്പാൻ എൻഗേജ്ഡ് ഇൻ വാർസ് ടു എക്സ്പാൻഡ് ഇറ്റ്സ് എംപയർ ടു ചൈന ആൻഡ് അതർ ഏഷ്യൻ റീജിയൻ. ജപ്പാൻ ചൈനയുമായിട്ടും ഏഷ്യയിലുള്ള മറ്റുള്ള രാജ്യങ്ങളുമായിട്ടും അവരുടെ രാജ്യം വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യുദ്ധങ്ങൾ, ചെറിയ ചെറിയ യുദ്ധങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് എ കൊളോണിയൽ എംപയർ ബൈ കോൺകറിങ് നെയ്ബറിങ് കൺട്രീസ്. പല അയൽ രാജ്യങ്ങളെയും കോൺകർ ചെയ്ത് പിടിച്ചടക്കി അതൊരു ജപ്പാൻ ഒരു കൊളോണിയൽ സമ്പ്രദായം രൂപീകരിച്ചു. ഇറ്റ് എസ്റ്റാബ്ലിഷ് എ കൊളോണിയൽ എംപയർ ബൈ കോൺകറിങ് നെയ്ബറിങ് കൺട്രീസ്. തായ്വാൻ ആൻഡ് കൊറിയനെയൊക്കെ കോൺകർ ചെയ്ത് പിടിച്ചടക്കി അവിടെയൊക്കെ കോളനികൾ രൂപീകരിച്ചു. ഡിസ്പൈറ്റ് ബീയിങ് എ സ്മോൾ കൺട്രി, ജപ്പാൻ ഡിഫീറ്റഡ് ബോത്ത് ചൈന ആൻഡ് ദ സോഴ്സ് ഓഫ് ഇറ്റ്സ് കൾച്ചർ ആൻഡ് ഐഡിയൽസ് ആൻഡ് ദ റഷ്യ. അപ്പോൾ ചൈനേനെയും, ജപ്പാൻ ഒരു ചെറിയ രാജ്യമാണെങ്കിൽ പോലും ചൈനേനെ അവർ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കാലത്ത് ഡിഫീറ്റ് ചെയ്യുകയും അവരെ പിടിച്ചടക്കി അവിടെ കോളനി സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വേൾഡ് വാർ ഇൻ 1914 to 1918, അതൊന്ന് പഠിക്കുക. സെക്കൻഡ് വേൾഡ് വാർ 1939 to 1945 were the two wars in the 20th century that caused great terror and changes in human history. The atom bomb was used first in Second World War. ഇനി their subsequent effort to establish their empire lit more wars. അവരുടെ സാമ്രാജ്യ വികസനത്തിന് വേണ്ടി വീണ്ടും കുറേ യുദ്ധങ്ങൾ നടത്തിയിട്ടുണ്ട്. ഡ്യൂറിംഗ് ദ സെക്കൻഡ് വേൾഡ് വാർ ജപ്പാൻ അറ്റാക്ട് പേൾ ഹാർബർ ഓഫ് ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലുള്ള പേൾ ഹാർബർ ആക്രമിച്ചത് ജപ്പാനാണ് സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്ത്. ദിസ് ലെഡ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ടു ഡ്രോപ്പ് ആറ്റം ബോംബ് ഓൺ ഹിരോഷിമ ആൻഡ് നാഗസാക്കി ഇൻ ജപ്പാൻ. ഈ ഒരു പേൾ ഹാർബർ ആക്രമണം കൊണ്ടാണ് അമേരിക്ക തിരിച്ച് ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബ് പൊട്ടിക്കാൻ കാരണം. The dropping of the atom bomb caused immense destruction and suffering in Japan. After the war, the US-led invasion, Japan's military was disbanded and a new constitution came to existence. അപ്പോൾ യുദ്ധത്തിൽ ഈ ബോംബ് സ്ഫോടനത്തിന് ശേഷം അമേരിക്കൻ സൈന്യം ജപ്പാനിൽ കടന്നു കയറുകയും അവിടുത്തെ മിലിറ്ററീനെ പിരിച്ചുവിടുകയും അവിടെ പുതിയൊരു ഭരണമാറ്റം ഉണ്ടാക്കുകയും ഭരണഘടന രൂപീകരിക്കുകയും ചെയ്തു. ലെസ് ദ എഫേർട്ട് മെയ്ഡ് ബൈ ജപ്പാൻ ടു ബിൽഡ് എൻ എംപയർ. അപ്പം അതാണ് ജപ്പാൻ എങ്ങനെയാണ് ഒരു പുതിയ സാമ്രാജ്യം കെട്ടിപ്പടുത്തുക എന്നുള്ളത്. ജപ്പാൻ ഡിവാസ്റ്റേറ്റഡ് ഇൻ ദ സെക്കൻഡ് വേൾഡ് വാർ റാപ്പിഡ്ലി റിക്കവേർഡ് ടു ദ പാത്ത് ഓഫ് പ്രോഗ്രസ്. സാവധാനം ജപ്പാൻ അതിൻ്റെ പുരോഗതിയിലേക്ക് അടുത്തുകൊണ്ടിരുന്നു. ദിസ് റീകൺസ്ട്രക്ഷൻ വാസ് ഡിസ്ക്രൈബ്ഡ് ആസ് ദ പോസ്റ്റ് വാർ മിറക്കിൾ. ഈ ഒരു റീകൺസ്ട്രക്ഷൻ ജപ്പാൻ്റെ ആ ഒരു ഡിവാസ്റ്റേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്നും പുതിയൊരു തുടർച്ച, പുതിയതായിട്ട് എല്ലാ കാര്യങ്ങളും കെട്ടിപ്പടുക്കുകയും പുതിയൊരു ജപ്പാനിനെ രൂപീകരിക്കുകയൊക്കെ ചെയ്തത് അതിനെ പറയുന്നതാണ് പോസ്റ്റ് വാർ മിറക്കിൾ എന്ന്. അതൊരു മാജിക് തന്നെയാണ്, ഒരു അത്ഭുതം തന്നെയായിട്ടാണ് ലോകം നോക്കിക്കാണുന്നത്. ദ ഒളിമ്പിക്സ് കണ്ടക്റ്റഡ് ഇൻ ദ ക്യാപിറ്റൽ ടോക്കിയോ ഇൻ 1964 വാസ് എ ഡിക്ലറേഷൻ ഓഫ് ജപ്പാൻസ് കംബാക്ക്. 1964 ടോക്കിയോ ഒളിമ്പിക്സ് നടന്നു. ആ ഒരു ടോക്കിയോ ഒളിമ്പിക്സ് ആണ് ജപ്പാന്റെ തിരിച്ചുവരവ് ഒരു കൊട്ടിക്കോശ എല്ലാവരെയും അറിയിച്ച ഒരു തിരിച്ചുവരവായിരുന്നു അത്. ദ ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്ഷ്യൽ സെക്ടേഴ്സ് ഗ്രൂ റാപ്പിഡ്ലി. അപ്പോൾ സാമ്പത്തികവും സാംസ്കാരികവും വ്യാവസായികവുമായിട്ടുള്ള ഒരു പുരോഗതി സാവധാനം ഉണ്ടായി. ദ ബുള്ളറ്റ് ട്രെയിൻ നെറ്റ്വർക്ക് ദാറ്റ് കുഡ് റൺ അറ്റ് എ സ്പീഡ് ഓഫ് അബൌട്ട് 200 miles per hour സ്റ്റാർട്ടഡ് ഡ്യൂറിംഗ് ദ സെയിം പീരീഡ്. ആ കാലയളവിൽ തന്നെ ബുള്ളറ്റ് ട്രെയിനുകളൊക്കെ അവർ നിരത്തിലിറക്കാൻ തുടങ്ങി കേട്ടോ. ബുള്ളറ്റ് ട്രെയിനുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. വാസ് എ പ്രൂഫ് ഓഫ് ജപ്പാൻസ് ടെക്നോളജിക്കൽ എക്സ്പെർട്ടൈസ്. അപ്പോൾ ജപ്പാൻ്റെ ഒരു ടെക്നോളജിയുടെ ഒരു മുന്നേറ്റമാണ് ഈ 2000
മൈൽസ് പെർ അവർ, 1 മണിക്കൂർ 2000 മൈൽസ് ഓടാൻ സാധിക്കുന്ന, അത്രയും വേഗതയിൽ പോകാൻ സാധിക്കുന്ന ബുള്ളറ്റ് ട്രെയിനുകളുടെ ഒരു ഇൻവെൻഷൻ എന്ന് പറയുന്നത്. ബൈ ദ 1970s ജപ്പാൻ എമേർജ്ഡ് ആസ് എ മേജർ എക്കണോമിക് പവർ ഇൻ ദ വേൾഡ്. 1970-കളായപ്പോഴത്തേക്കും ജപ്പാൻ ലോകത്തിന്റെ വൻകിട ശക്തികളിൽ ഒന്നായി മാറി. ജപ്പാൻ ഈസ് എ ഡയറക്റ്റ് എക്സാമ്പിൾ ഓഫ് ഹൗ ടു ബിക്കം വൺ ഓഫ് ദ വേൾഡ്സ് എക്കണോമിക് പവർ ബൈ യൂട്ടിലൈസിങ് പൊളിറ്റിക്കൽ ആൻഡ് ടെക്നോളജിക്കൽ കേപ്പബിലിറ്റീസ്. ജപ്പാൻ ഒരു ഉദാഹരണമാണ്, ഡയറക്റ്റ് എക്സാമ്പിൾ ആണ്. ഒരു എക്കണോമിക് പവർ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ സാമ്പത്തികവും ടെക്നോളജി ശാസ്ത്രീയമായിട്ടുള്ള കഴിവുകൾ വെച്ചിട്ട് എങ്ങനെ പുരോഗമിക്കാം എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ജപ്പാൻ. ഇനി നമുക്ക് ഒരു സഡാക്കോ പേപ്പർ ക്രെയിൻസ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്, മെസ്സേജ് ഓഫ് പീസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, പ്ലക്കാർഡ്സ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്, ആൻറ്റി വാർ റാലിക്ക് വേണ്ടിയിട്ടുള്ളത്, കളക്ട് പിക്ചേഴ്സ് ആൻഡ് ഇൻഫർമേഷൻ അബൌട്ട് ജാപ്പനീസ് കുസീൻസിനെ കുറിച്ചുള്ള പിക്ചേഴ്സും ഫുഡിനെ കുറിച്ചുള്ള ആൽബങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഡിജിറ്റൽ ആൽബം ആയാലും മതി. ഓർഗനൈസ് സെമിനാർ ഓൺ ദി ടോപ്പിക് മേജി റെസ്റ്റോറേഷൻ ആൻഡ് ദ ചേഞ്ചസ് ഇൻ ജപ്പാനും മേജി റെസ്റ്റോറേഷനുമായിട്ടുള്ളൊരു സെമിനാർ കണ്ടക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതോടെ ഈ ഒരു സോഷ്യൽ സയൻസിൻ്റെ ഈ വർഷത്തെ ചാപ്റ്റേഴ്സ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ബൈ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കമൻറ്റ് മാത്രം ചെയ്യാൻ പറ്റില്ല, കാരണം യൂട്യൂബ് എന്തുകൊണ്ടോ എൻ്റെ കമൻറ്റുകൾ ഓഫാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ബൈ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ബൈ.